നടനും സംവിധായകനുമായ വിനീത് കുമാർ സംവിധാനം ചെയ്ത് ദിലീപ്, രാധിക ശരത് കുമാർ, ജോണി ആന്റണി പിന്നെ 5 പുതിയ നായകന്മാരും ഒന്നിച്ച പവി കെയർടേക്കർ എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന്. കാരണം ഞാൻ ഇവിടുത്തെ കെയർടേക്കറാണ്. ഒരു അപ്പാർട്ട്മെന്റിന്റെ കെയർടേക്കറായ പവി എന്ന പവിത്രന്റെ ജീവിതത്തിലേക്ക് നിഗൂഢയായിട്ടുള്ള ഒരു പെൺകുട്ടി കടന്നു വരുന്നതാണ് പടത്തിന്റെ പ്ലോട്ട്. ഇതൊരു ടിപ്പിക്കൽ ദിലീപ് കോമഡി റൊമാൻറ്റിക് ചിത്രമാണ്. ഈ ഒരു പ്ലോട്ടിൽ 80കളിലും 90കളിലും 2000കളിലും ഒക്കെ വിവിധ ഭാഷകളിൽ നമ്മൾ പടങ്ങൾ കണ്ടിട്ടുമുണ്ട്. 99ലാണെന്ന് തോന്നുന്നു പ്രഭുദേവ നായകനായിട്ട് അഭിനയിച്ച ഏഴയിൻ സിരിപ്പിൽ എന്നൊരു തമിഴ് ചിത്രം വന്നിട്ടുണ്ട്. നമ്മുടെ കറുകറ് കറുപ്പായി എന്ന പാട്ടൊക്കെയുള്ള പടം. അതിന്റെ ക്ലൈമാക്സിൽ ഒരു സംഭവം ഉണ്ട്. ആരായിരിക്കും ആ പെൺകുട്ടി എന്ന് നമുക്ക് തോന്നിക്കുന്ന ആ ഒരു ജിജ്ഞാസ, ആ ഒരു സംഭവമാണ് ഈ സിനിമയിൽ സംവിധായകൻ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വർക്കായിട്ടുമുണ്ട്. അതോടൊപ്പം ഒരു ബോഡി ഗാർഡ് വൈബും സിനിമ നൽകുന്നുമുണ്ട്. പോസിറ്റീവ്സ് പറഞ്ഞാൽ ദിലീപിന്റെ ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും നല്ല സിനിമയാണ് പവി കെയർടേക്കർ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഇമോഷണൽ രംഗങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോണി ആന്റണിയോടും അതുപോലെ അലിയാറിനോടും ഒക്കെ സംസാരിക്കുന്ന ചില സീനുകൾ അത്യാവശ്യം വൃത്തിക്ക് തന്നെ പവി എന്ന കഥാപാത്രം അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ലോൺലിനെസ്, അതുപോലെ ഡോഗുമായിട്ടുള്ള അടുപ്പമൊക്കെ എനിക്ക് നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള കുറച്ച് കോമഡി സീനുകൾ പടത്തിലുണ്ടായിരുന്നു. മരപ്പെട്ടി ഉപയോഗിച്ചിട്ടുള്ളത്, അതുപോലെ ഡ്രോൺ കോമഡി, അങ്ങനെ ചിലതൊക്കെ. അതേസമയം സ്ഥിരം പാറ്റേണിലുള്ള ചില ഓൾഡ് സ്കൂൾ ദിലീപ് കോമഡികൾ ഒട്ടും വർക്കായുമില്ല. ചേട്ടത്തിയായിട്ട് വന്ന രാധിക ശരത് കുമാർ നന്നായിട്ടുണ്ട്. മുമ്പ് ഇവർ രണ്ടുപേരും ഒരുമിച്ച രാമലീല നന്നായിട്ടുണ്ടായിരുന്നു. സോ ദിലീപ് രാധിക ഒരു ലക്കി കോംബോ ആണെന്ന് തോന്നുന്നു. സംവിധായകൻ ഇതിൽ 5 നായികമാരായിട്ട് പുതുമുഖ നടികളെ ഏൽപ്പിച്ചത് നന്നായി എന്ന് ഞാൻ പറയും. ഇതിൽ ഏതെങ്കിലും ഒരു നടി പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു താരം ആയിരുന്നെങ്കിൽ, ഉദാഹരണത്തിന് വല്ല മമതയോ അല്ലെങ്കിൽ അനുശ്രീയോ നമിത പ്രമോദോ അങ്ങനെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ ഒരു മിസ്റ്ററി അത് പാളിപ്പോയേനെ. ഇതിപ്പോ നമുക്ക് അറിയത്തില്ലാത്ത 5 പുതുമുഖ നടികളുണ്ട്. എല്ലാവരും കണ്ട ഏകദേശം ഒരുപോലെ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഇതിൽ ഏത് നടിയാണ് ഇന്ന കഥാപാത്രമായിട്ട് വന്നതെന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കൺഫ്യൂഷൻ തോന്നിപ്പോവുകയും ചെയ്യും. അത്രയ്ക്ക് അപരിചിതങ്ങളായിട്ടുള്ള എന്നാൽ സിമിലാരിറ്റി തോന്നുന്ന 5 മുഖങ്ങൾ. അത് കൊള്ളായിരുന്നു. അതുപോലെ തന്നെ എല്ലാ കാലത്തും വർക്കൗട്ട് ആകുന്ന മനുഷ്യനും നായയും തമ്മിലുള്ള ബോണ്ട് അത് ഇതിൽ വളരെ നല്ല ഭംഗിയായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. നായമായിട്ടുള്ള സെന്റിമെന്റ്സ് ഒക്കെ നമുക്ക് നന്നായിട്ട് ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. സോ പടത്തിൽ മൊത്തത്തിൽ ഇങ്ങനെയുള്ള ചില സ്വീറ്റ് ആയിട്ടുള്ള, ക്യൂട്ടായിട്ടുള്ള, ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ചില മൊമെന്റ്സ് ഉണ്ടെന്നുള്ളതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയാം. മിഥുൻ മുകുന്ദിന്റെ മ്യൂസിക്കും നന്നായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അരികത്തായാരോ ഇല്ലേ ബോഡി ഗാർഡിൽ, അതുപോലെയുള്ള ഒരു പാട്ട് ഇതിന്റെ ലാസ്റ്റിൽ വരുന്നുണ്ട്. അത് നന്നായിട്ടുണ്ടായിരുന്നു. എന്നാൽ ഓണപ്പാട്ടിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്ന് തോന്നി. സനു താഹിറിന്റെ ഛായാഗ്രഹണവും ദീപു ജോസഫിന്റെ എഡിറ്റിംഗും കൊള്ളാം. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ പ്രത്യേകിച്ച് പുതുമയൊന്നും ഇല്ലാത്ത നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഒരു കഥയാണ് ഇതിനുള്ളത് എന്നതാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഏഴയിൻ സിരിപ്പില്, അതേസമയം ബോഡി ഗാർഡ്, മുജ്സെ ദോസ്തി കരോഗെ, അങ്ങനെ ഓർക്കുകയാണെങ്കിൽ ഒരുപാട് പഴയ പടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ അടുത്ത കാലത്തായി ദിലീപിന്റെ കോമഡി ഉൾപ്പെടെയുള്ള ചില സീനുകളിൽ നാച്ചുറൽ ആകാതെ അദ്ദേഹം അഭിനയിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കുറെ ഇടങ്ങളിലും നമുക്ക് ദിലീപിനെയാണ് നമ്മൾ കാണുന്നത്, ആ ക്യാരക്ടറിനെ അല്ല എന്ന് തോന്നിപ്പോകും. അതുപോലെ ഏജ് കുറച്ച് തോന്നിക്കുന്നുണ്ട്. സോ റൊമാൻസ് രംഗങ്ങൾ അത്ര വർക്കായില്ലെന്ന് പറയാം. ഇപ്പൊ പ്രണയം എല്ലാ പ്രായത്തിലും ആകാം, എങ്കിലും ബോഡി ഗാർഡിലൊക്കെ ഉള്ള പോലെ അത്ര ഇതിൽ വർക്കായി എന്ന് തോന്നിയില്ല. അപ്പാവിയായിട്ടുള്ള പവിയുടെ പെട്ടെന്നുള്ള മാസ് ആക്ഷൻ രംഗവും അത്ര കൺവിൻസിങ് ആയില്ല. എങ്കിലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്കിടയിൽ വന്ന ദിലീപിന്റെ ഏറ്റവും നല്ല സിനിമയാണ് പവി കെയർടേക്കർ. എനിക്ക് പടം ഒട്ടും മുഷിഞ്ഞില്ല. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്താണ് കണ്ടത്. ഞാൻ ഇതിനെ 3.5 ഔട്ട് ഓഫ് 5 റേറ്റിംഗ് നൽകും. ഒരു 1 ടൈം വാച്ച് നോർമൽ ഫാമിലി ഓഡിയൻസിന് പറ്റുന്ന ഒരു നല്ല പടമാണ് ഇത്. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് കേട്ടോ. നിങ്ങളുടേത് വ്യത്യസ്തമായിരിക്കാം. ബൈ ദ ബൈ, ഞാൻ ആ മിസ്റ്ററി ഗേളിനെ ഈസി ആയിട്ട് തന്നെ ഗസ് ചെയ്തായിരുന്നു കേട്ടോ.